ഹായ് അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്നത്തെ റെസിപ്പി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ടേസ്റ്റി എന്ന് ഞാൻ വെറുതെ പറയില്ല, അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്ക മപ്പാസാണ്. ഞാൻ പല രീതിയിലും വെണ്ടക്ക മപ്പാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കിടിലൻ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ദോശ, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ ഈ വെണ്ടക്ക മപ്പാസ്. ഇതിന് കൂട്ടുകറി എന്ന് പറയും, കറി പോലെ തന്നെയാണ് ഇതുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് നമ്മൾക്ക് കാലിയാക്കുന്നത് അറിയില്ല. ഇതും കൂട്ടി കുഴച്ചിട്ട് ചോറ് തിന്നാലുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനിതാ ഞാനിവിടെ 1/2 കിലോ വെണ്ടക്ക എടുത്തിട്ടുണ്ട്. നല്ല പോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത്ര വലുപ്പത്തിൽ വേണം, നല്ല ചെറുതാക്കാതെ ഒരു മീഡിയം വലുപ്പത്തിൽ നമ്മൾക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരു 10-20 വെണ്ടക്ക ഉണ്ടാവും. നല്ല ഇളയ വെണ്ടക്ക നോക്കിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതാ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം അതിലേക്കൊരു 4 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് 1/4 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ല പോലെ തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് നല്ല പോലെ ഇതാ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഞാൻ വലിയ സവാള നോക്കിയിട്ട് 1 എടുത്തിട്ടുണ്ട്. ഒരു സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു 3-4 വെളുത്തുള്ളി ചെറുതാക്കി ഇതുപോലെ കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന നല്ല പോലെ തന്നെ. ഇത് സവാള നല്ല പോലെ വഴന്ന് വരുമെന്ന് വേണ്ട കേട്ടോ. സവാള അതിൽ നിന്നൊക്കെ വേറിട്ടൊന്ന് വന്നാൽ മാത്രം മതി. നല്ല പോലെ വഴന്ന് കിട്ടണ്ട. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു തക്കാളി ചേർത്തെടുക്കുക. നല്ല വലിയ തക്കാളിയും വേണ്ട, ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടി നമ്മൾക്ക് ചേർത്തെടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇതേ ചോറിലേക്കൊക്കെ ഉണ്ടല്ലോ, ഇത് മാത്രം കൂട്ടി കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ അടിപൊളിയാണ്. ഒരു പ്ലേറ്റ് ചോറ് കാലിയാകും. ഓഫീസിലേക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനും മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാനൊക്കെ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും കേട്ടോ. ഇനി ഇതാ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക ഉണ്ടല്ലോ അതുകൂടി ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. കുണ്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ഉണ്ടാക്കണ്ട. ഞാനിപ്പോൾ ഒരു പാനാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് അധികം ഉണ്ടാക്കുകയുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരു കുണ്ടുള്ള നമ്മൾ ചീനച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു 3-4 ആൾക്ക് നല്ല പോലെ ചോറിലേക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാകും കേട്ടോ. ഇഷ്ടം പോലെയാണ്. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറിലേക്ക്. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് നമ്മൾക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് നമ്മൾക്ക് ആ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിതാ കുറച്ചൊരു 5-8 സ്പൂണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ നമ്മൾക്ക് അങ്ങനെ കൂടുതൽ തന്നെ ആക്കി കൊടുക്കാം. ഇപ്പോൾ അത് ഈ പുളിയും തക്കാളീൻ്റെ ആ ഒരു പുളിയും എല്ലാം കൂടി ആവുമ്പോഴാണ് നമ്മളെ ഈ വെണ്ടയ്ക്കയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. ഇപ്പോൾ അതാ ഞാൻ ഇത് ഒരു 9 സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് നല്ല പോലെ തന്നെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കിത് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ പുളിയെല്ലാം കൂടി നമ്മളെ വെണ്ടക്കയിലൊക്കെ ഒന്ന് ആകട്ടെ. ഒരു 2-3 മിനിറ്റ് നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെണ്ടക്ക നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ ഒരു 3 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ വെണ്ടക്കൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ആ ഉള്ളിയും തക്കാളിയിലൊക്കെ കിടന്നിട്ട് പുളിവെള്ളത്തിലൊക്കെ കിടന്നിട്ട് ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ വെണ്ടക്ക ഇതിങ്ങനെ തുറന്ന് നോക്കിയപ്പം. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ, വെണ്ടക്കൊക്കെ ഇതാ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾക്ക് ഇതിൻ്റെ നടുഭാഗത്തുനിന്ന് കുറച്ച് വെണ്ടക്കൊക്കെ അങ്ങനെ കുറച്ച് മാറ്റി വെക്കാം. കുറച്ച് മസാലകൾക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം സിമ്മിൽ വേണം ഫ്ലെയിം ഇടാൻ, ഇല്ലെങ്കിൽ ഓഫ് ആക്കണം കേട്ടോ. 1 സ്പൂണ് മല്ലിപ്പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതാ 1 സ്പൂണ് കാശ്മീരി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തുള്ളത്. എരിവുള്ളതാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ഞാൻ കുറച്ചിട്ടു. പെരിഞ്ജീരകം കറിവേപ്പിലയും കൂടി ഞാനങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെയുള്ള കറിയിലേക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഞാനൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ വെണ്ടക്കയിലൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. കുറച്ച് വെള്ളം നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. ചുടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഓരോരുത്തർക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ നേരത്തെ പുളിവെള്ളം ഒഴിച്ചതാണല്ലോ. അപ്പോൾ ഇനി വെള്ളം കൂടി കുറച്ച് ഒഴിച്ച് കൊടുത്താൽ കുറച്ചുകൂടി ഒരു ഗ്രേവി ആയിട്ട് അങ്ങനെ കിട്ടും. ഞാൻ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുത്തുള്ളൂ. എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ എരിവൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. എരിവ് കുറവുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ പാകത്തിന് തന്നെയായിരുന്നു. പിന്നെ നമ്മളടുത്ത് കറിവേപ്പില, മല്ലിച്ചപ്പ് എന്താണ് നമ്മളെ കയ്യിലുള്ളത് അതൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. കറിവേപ്പില ആയാലും കുഴപ്പമില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. മല്ലിച്ചപ്പ് ആകുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ മല്ലിച്ചപ്പ് തന്നെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വെണ്ടക്ക മപ്പാസ് ഇവിടെ സൂപ്പർ കിടിലൻ ടേസ്റ്റിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുകൂടി പറയുകയാണ്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.